നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാറ്റകൾക്ക് പിന്തുണയുമായി കോൺഗ്രസ് സമരമുഖത്തെത്തുമ്പോൾ CJPയുടെ സമരം പുതിയ തലത്തിലേക്ക് എത്തുകയാണോ അതോ കോൺഗ്രസ് സമരം ഏറ്റെടുത്തിരിക്കുകയാണോ? സംഭവബഹുലമായ മണിക്കൂറുകൾക്ക് ശേഷം ഇന്ന് എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് അറിയേണ്ടത്. ഇനി സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ADGP MR അജിത് കുമാർ വിശദീകരണം എഴുതി നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ മുന്നിലേക്ക് ആ റിപ്പോർട്ടും എത്തും. DGP സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയൊക്കെ ചേരാനിരിക്കെയാണ് അജിത് കുമാർ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. അങ്ങനെ നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ് ഇന്ന്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടിലും പോലീസ് അതിക്രമത്തിലും പാർലമെന്റ് പ്രക്ഷുബ്ധമാക്കാൻ കോൺഗ്രസ്. രാഹുലും കോൺഗ്രസും വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആശുപത്രിയിൽ തുടരുന്ന സോനം വാങ്ചുക്കിനെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രിമാർ. പ്രതിഷേധം കടുപ്പിക്കാൻ CJP. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായേക്കുമെന്ന് സൂചന. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ചെലവായത് $37.5 ബില്യൺ. കണക്ക് വെളിപ്പെടുത്തി പ്രതിരോധ സെക്രട്ടറി. അധിക ഫണ്ട് ആവശ്യപ്പെട്ട് ട്രംപ് ഭരണകൂടം. സൈനിക ശക്തി കൂട്ടാൻ പണം വേണമെന്ന ആവശ്യം. വിമർശനവുമായി ഡെമോക്രാറ്റ് സെനറ്റർമാർ. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിന് ഇന്ന് നിർണായകം. സർക്കാരിന് DGP റിപ്പോർട്ട് കൈമാറും. അന്വേഷണം അട്ടിമറിച്ചെന്ന ആരോപണം നിഷേധിച്ച് ADGP. സർക്കാരിന്റെ തുടർ നീക്കം നിർണായകം. മന്ത്രിസഭയിൽ വിഷയം ചർച്ച ചെയ്തേക്കും. CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. തെരഞ്ഞെടുപ്പ് തോൽവിയിലെ കേന്ദ്ര വിലയിരുത്തൽ ചർച്ചയാകും. ദേശാഭിമാനിയിലെ വാരാന്ത പതിപ്പ് വിവാദവും ചർച്ചയാകും. പാലാ നഗരസഭയിൽ ഭരണനീക്കവുമായി LDF. സ്വതന്ത്ര അംഗം ചെയർപേഴ്സണാകും. വിപ്പ് ലംഘിച്ചവരെ കൈവിടലെന്ന് കേരള കോൺഗ്രസ് എം. അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച 4 കൗൺസിലർമാരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ്. നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം ഇന്ന് കണ്ണൂരിൽ. ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള അപേക്ഷയിൽ തലശ്ശേരി സെഷൻസ് കോടതിയുടെ നിലപാട് നിർണായകം. അന്വേഷണ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിൽ തുടക്കം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 126 സംഘം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തുക ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ് മീരാഭായ് ചാൽ. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ പ്രതിഷേധത്തിന് പിന്നാലെ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് മറുപടി പറയണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. അതേസമയം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയാണ് എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ പാറ്റകൾക്കൊപ്പം കോൺഗ്രസും ചേർന്നപ്പോൾ സമരത്തിന്റെ മുഖച്ഛായ തന്നെ മാറി. ഇന്ന് തലസ്ഥാന നഗരിയിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് അറിയേണ്ടത്. ഗോപിക, ഗുഡ് മോർണിംഗ്. തീർത്തും അപ്രതീക്ഷിതവും ഒപ്പം പ്രക്ഷുബ്ധവുമായ സമരങ്ങൾക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തി വന്ന സമരം, അതിന്റെ പാർലമെന്റ് മാർച്ചും ലാത്തി ചാർജിനും പിറകെ ഇന്നലെ പ്രധാനമന്ത്രിയുടെ വീടിന് മുൻപിലേക്കാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അപ്രതീക്ഷിതമായ മിന്നൽ പ്രകടനം നടത്തിയത്. അത് മണിക്കൂറുകളോളം രാജ്യതലസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഉദ്യോഗസ്ഥർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു. പിന്നീട് രാഹുലും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള നേതാക്കളെ ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് നീക്കിയത്. പിന്നീട് രാത്രിയോടെ നേതാക്കളെ വിട്ടയച്ചു. അതിനു പിറകെ ഇന്നും വിവിധ തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. പാർലമെന്റ് ആരംഭിക്കുന്നതിന് മുൻപേ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധമുണ്ടാകും. സഭയ്ക്കകത്ത് ഈ വിഷയങ്ങൾ, പരീക്ഷയിൽ വന്നിട്ടുള്ള ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഈ CJP സമരത്തിന് നേരെ നടന്നിട്ടുള്ള ലാത്തി ചാർജ്, ഈ വിഷയങ്ങളിൽ ചർച്ച നടക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് മറുപടി പറയണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. വിവിധ ആവശ്യങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ സർക്കാരിന് മുൻപിലേക്ക് ഡിമാൻഡായി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ തന്നെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഈ സമരവേദിയിലെത്തി രാഹുലുമായി സംസാരിച്ചിരുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ചില അനുനയ നീക്കങ്ങൾ പ്രതിപക്ഷത്തിന് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാകില്ല എന്ന കാര്യം വളരെ കൃത്യമായി തന്നെ നിലവിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കേന്ദ്രമന്ത്രിയുടെ രാജിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് BJPയുടെ രാഷ്ട്രീയ തീരുമാനമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചൊരു പരസ്യ
പ്രസ്താവനയോ പ്രഖ്യാപനമോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എങ്കിൽ പോലും അത്തരത്തിലൊരു തീരുമാനമാണ് നിലവിലെത്തിയിട്ടുള്ളത്. സർക്കാരിന്റെ പുനഃസംഘടന വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആലോചനകൾ നിലവിൽ നടക്കുകയാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നാലല്ലാതെ ഈ പ്രതിഷേധ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വേണ്ട എന്ന നിലപാടിലാണ് നിലവിൽ സർക്കാർ ഉള്ളത്. എന്നാൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷാംഗങ്ങളും ഉള്ളത്. ഇന്നും സഭയ്ക്കകത്ത് ഈ വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെടും. അതിന് സർക്കാർ തയ്യാറായില്ലെങ്കിൽ രാജ്യസഭയും ലോക്സഭയും സ്തംഭിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷാംഗങ്ങളുടെ നീക്കം. അത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ പ്രതിപക്ഷ നേതാക്കൾ സഭ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നടത്തുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളെയും ഒപ്പം യുവാക്കളെയും കോൺഗ്രസും രാഹുലും ചൂഷണം ചെയ്യുകയാണ്, അവരെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ്. വിദ്യാർത്ഥികളുടെ പരീക്ഷകൾക്ക് അല്ലെങ്കിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വന്നിട്ടുള്ള വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നീറ്റ് പുനഃപരീക്ഷ നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം മറച്ചുവെച്ചുകൊണ്ട് അത്തരം യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് വിദ്യാർത്ഥികളെയും യുവാക്കളെയും കോൺഗ്രസും രാഹുലും രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന പ്രതികരണമാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയിട്ടുള്ളത്. ഒപ്പം ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ വലിയ സംഘം വിദ്യാർത്ഥികളും യുവാക്കളും ഉൾപ്പെടെ ജന്തർ മന്ദിറിൽ ഇപ്പോഴും സമരം തുടരുന്നു. സോനം വാങ്ചുക് ആശുപത്രിയിൽ തുടരുകയാണ്. അവിടെ കേന്ദ്രമന്ത്രിമാരെത്തി ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ഒരു സമരത്തിനോട് ചർച്ചയാകാം എന്ന നിലപാട് സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. CJP പ്രതിനിധികളുമായി കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ചർച്ച നടത്തിയിരുന്നു. ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ സമരം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് എത്തിക്കൊണ്ട് രാഹുലുമായി ചർച്ച നടത്തി. അത്തരത്തിലൊരു ഈ സമരം കൈവിട്ടു പോകാതെ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നൊരു നയത്തിലേക്ക് നിലവിൽ സർക്കാർ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിന് വഴങ്ങേണ്ട എന്നാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഏതായാലും ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. വരും മണിക്കൂറുകളിൽ പാർലമെന്റിന് പുറത്തും അകത്തും പ്രതിഷേധം സംഘടിപ്പിക്കാനും ചർച്ചയ്ക്ക് വഴങ്ങിയില്ലെങ്കിൽ സഭ പ്രക്ഷുബ്ധമാക്കാനുമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങളുടെ തീരുമാനം. ജിഷ്ണു, തുടരുക. ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്കും പ്രധാനമന്ത്രിക്കും സന്ദേശ വീഡിയോയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജിലും പരീക്ഷാ ക്രമക്കേടിലും പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണമെന്നാണ് രാഹുൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ പ്രതികരണം കേൾക്കാം. This morning I went and met the Speaker of the Lok Sabha and I said to him that it was important that we be allowed to debate what happened to the students the day before. The Speaker said he needed to take permission from the government, but it was very clear to us in the hours after that there was no interest in the government of having a debate. तो हमने डिसीजन लिया कि हम प्राइम मिनिस्टर के घर के सामने जाके धरना करें और जो स्टूडेंट्स की इशू है, जो देश के लिए सबसे जरूरी इशू है और जो उनके खिलाफ किया गया है, वो हम नेशनल अटेंशन में लाएं और प्राइम मिनिस्टर का घर के सामने जाके करें. Why is the Indian education system collapsing? Why are papers leaking? Why is education so expensive in India? Why do families have to destroy themselves financially to educate their children? These are legitimate questions. ജിഷ്ണു, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ലാത്തി ചാർജൊക്കെ. വലിയ രീതിയിലുള്ള അടിച്ചമർത്തലായിരുന്നു വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചത്. ഈ ഒരു വിഷയത്തിൽ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മറുപടി പറയണമെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. ഗോപിക, ഇന്നലെ നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിലും ഒപ്പം ഇന്നലെ രാത്രി ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലേക്കാണ് നേതാക്കളെ കൊണ്ടുപോയത്. അപ്പോഴാണ് രാഹുൽ ഇത്തരത്തിലൊരു വീഡിയോ പകർത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. രാഹുലും ഒപ്പം കോൺഗ്രസും വ്യക്തമാക്കുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള തകർച്ചയിൽ ഒപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ലാത്തി ചാർജ്, ഈ വിഷയങ്ങളിൽ സഭയ്ക്കകത്ത് ചർച്ച വേണം. അതാണ് പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. മറ്റ് വിഷയങ്ങളിലേക്കോ സഭയുടെ നടപടികളിലേക്കോ പോകുന്നതിന് മുൻപ് നിലവിൽ
നിലവിൽ രാജ്യം ഉറ്റുനോക്കുന്ന ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന ആവശ്യമാണ് രാഹുൽ ഈ വീഡിയോ ക്ലിപ്പിലൂടെയും ഉദ്ദേശിക്കുന്നത്. അതേ ആവശ്യമാണ് ഈ സമരവേദികളിലെല്ലാം തന്നെ രാഹുലും കോൺഗ്രസ് നേതാക്കളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലൊരു ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ ഇന്ന് പാർലമെന്റിൽ വഴങ്ങുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവും ഒപ്പം സഭ തുടങ്ങുന്നതിന് മുൻപ് പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാട്ടിയത് എല്ലാ വിഷയങ്ങളും സഭയുടെ ചട്ടപ്രകാരം ചർച്ച ചെയ്യും, അതിനപ്പുറത്തേക്ക് സഭ തടസ്സപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സഭ നടക്കാതെ പോകരുത് എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നയം. അതുകൊണ്ട് നിലവിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് പ്രകാരം സഭയ്ക്കകത്തൊരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുമോ? ഒപ്പം കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് മറുപടി പറയണം എന്നുള്ള കാര്യം കൂടി കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ സർക്കാരിന്റെ പ്രതികരണങ്ങൾ പാർലമെന്റിനകത്തുണ്ടാകും. ഇന്ന് സഭ തുടങ്ങുന്നതിന് മുൻപ് ഈ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ എന്താകും എന്നുള്ളതെല്ലാം തന്നെ ഏറെ നിർണായകമാകും. ഏതായാലും കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയിട്ടുള്ള സമരത്തിൽ പോലീസ് അന്വേഷണം കടുപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളും ഒപ്പം കോക്രോച്ച് ജനതാ പാർട്ടികളും ഉന്നയിക്കുന്ന വാദം പോലീസ് ഈ സമരത്തെ അടിച്ചമർത്തി എന്നുള്ളതാണ്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ പോലീസ് ഉന്നയിക്കുന്ന വാദം എന്നുള്ളത് ബാരിക്കേഡും പോലീസിന്റെ നിർദ്ദേശങ്ങളും മറികടന്ന വിദ്യാർത്ഥികൾ നിയമം കയ്യിലെടുത്തുകൊണ്ട് പോലീസുകാർക്ക് നേരെ ക്രൂരമായിട്ടുള്ള അക്രമം നടത്തി, നിരവധി വാഹനങ്ങൾ അടിച്ചു തകർത്തു. ക്രമസമാധാനം തകർക്കുന്ന രീതിയിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം പോയപ്പോഴാണ് അതിശക്തമായി സമരത്തെ നേരിട്ടത്. 118 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20-ലധികം പോലീസ് വാഹനങ്ങൾ തകർത്തു, പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. ഗോപിക. ശരി, ഇന്ന് സഭയ്ക്കകത്ത് സർക്കാർ എന്ത് മറുപടി നൽകും, പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നൊക്കെ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. വിദ്യാർത്ഥികൾക്കും ഈ ഡൽഹി ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വലിയൊരു രീതിയിലുള്ളൊരു വിവാദം ഒക്കെ ഉന്നയിച്ചിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. രാജ്യതലസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തും ഈ പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പോലീസ് നടപടിയിൽ സംസ്ഥാനത്തുടനീളം പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചുമായി രംഗത്തെത്തിയത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി AT അശ്വതി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. അശ്വതി, രാജ്യതലസ്ഥാനത്ത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് അരങ്ങേറിയത് അല്ലേ? ഗോപിക, തീർച്ചയായിട്ടും ഇന്നലെ വൈകുന്നേരം കേരളത്തിലുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് പലതും സംഘർഷങ്ങളിൽ കലാശിച്ചു എന്നതാണ്. ഇന്നും ഇത്തരത്തിലുള്ള സമാനമായ പ്രതിഷേധങ്ങൾ തുടരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തെ ലോക് ഭവനിലേക്ക് KPCC നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. തിരുവനന്തപുരത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പ്രതിഷേധ മാർച്ച് നടന്നത്. അത് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയും പോലീസുമായിട്ട് ചെറിയ രീതിയിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ടായി. കോഴിക്കോടും യൂത്ത് കോൺഗ്രസ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വലിയ പ്രതിഷേധമാണ് കോഴിക്കോടടക്കം ഉണ്ടായിരുന്നത്. മാവൂർ റോഡിൽ കുത്തിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും പ്രതിഷേധിച്ചു. ഇവിടെ ഗതാഗത കുരുക്കുമുണ്ടായിട്ടുണ്ട്. പോലീസുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷവും ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊച്ചിയിലെ ഇന്നലെ K ബാബുവിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത്. അതും ചെറിയ രീതിയിൽ പോലീസുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് പോയി. പുലർച്ചെയും പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പലയിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾ മറ്റും സംഘടിപ്പിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ അങ്കമാലിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ഇന്ന് ഉണ്ടാകും. അങ്ങനെ പലയിടങ്ങളിലും ഡൽഹിയിൽ നടക്കുന്ന അതേ നടക്കുന്ന ആ ഒരു പ്രതിഷേധത്തിന്റെ മറ്റൊരു ഭാഗമാണ് കേരളത്തിൽ ഉടനീളം ഉണ്ടാകുന്നത്. അവിടെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ ഉണ്ടായ പോലീസ് നടപടിയിലും മറ്റും പ്രതിഷേധിച്ച്, അതുപോലെ തന്നെ AYFന്റെ പ്രതിഷേധവും ഇന്നലെ പലയിടങ്ങളിലും കണ്ടു. അവിടെ ധർമ്മേന്ദ്ര പ്രധാന്റെ കോലം കത്തിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധമുണ്ടായിരുന്നത്. കൊച്ചിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം, അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ടായി. കണ്ണൂരും കായംകുളത്തും ട്രെയിൻ തടഞ്ഞുള്ള പ്രതിഷേധം, ഇത് കേന്ദ്ര സർക്കാരിനെതിരെയാണ്. അതുകൊണ്ട് കണ്ണൂരിലും കായംകുളത്തുമൊക്കെ ട്രെയിൻ തടഞ്ഞുള്ള പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. വയനാട് കൽപ്പറ്റയിൽ അടക്കം അവിടെയും സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം.
ഈ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും മറ്റുമാണ്. ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമായതുകൊണ്ട് തന്നെ കേന്ദ്ര സ്ഥാപനങ്ങളിലേക്കാണ് പ്രധാനമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ഇന്ന് മറ്റ് പ്രതിഷേധങ്ങൾ വലിയ രീതിയിലുള്ള ഒരു സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു മറ്റ് പ്രതിഷേധങ്ങൾ, വലിയ പ്രതിഷേധങ്ങളൊക്കെ നിലവിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ പലയിടത്തുമുണ്ട്. എന്തായാലും ഡൽഹിയിൽ നടക്കുന്ന അതേ ആ സമരങ്ങളുടെയൊക്കെ അലയൊലികൾ കേരളത്തിൽ വളരെ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നു. വരും ദിവസങ്ങളിലും അത് ഇന്നും സമാനമായ രീതിയിലുള്ള പല പ്രതിഷേധങ്ങളും ഉണ്ടാകും. മാത്രമല്ല ഡൽഹിയിൽ എന്താണോ തീരുമാനം, എങ്ങനെയാണോ കേന്ദ്ര സർക്കാർ ഇതിനോട് നിലപാട് സ്വീകരിക്കുന്നത്, അതിനനുസരിച്ച് കേരളത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഏതായാലും ഇന്നും മണ്ഡലം കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ന് നിലവിൽ ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ഗോപിക. ശരി, മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നും ചിലയിടങ്ങളിലൊക്കെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്നാണ് കൊച്ചിയിൽ നിന്നും അശ്വതി നൽകിയ വിവരം. മറ്റ് വാർത്തകൾ നോക്കാം. വിവാദ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചെന്ന ആരോപണത്തിൽ ADGP MR അജിത് കുമാർ നൽകിയ വിശദീകരണത്തിൽ DGP ഇന്ന് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറും. ആരോപണം മുഴുവൻ നിഷേധിച്ച് അജിത് കുമാർ വിശദീകരണം നൽകിയെന്നാണ് സൂചന. റിപ്പോർട്ടിന്മേൽ DGPയുടെ നിലപാട് നിർണായകമാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഈ വിഷയം ചർച്ച ചെയ്തേക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, DGPക്ക് വിശദീകരണം എഴുതിയാണ് അജിത് കുമാർ നൽകിയത്. DGP ആ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. അതോടൊപ്പം തന്നെ ഈ DGP സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയൊക്കെ ചേരാനിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് നിർണായകമല്ലേ? തീർച്ചയായും കഴിഞ്ഞ 16-ാം തീയതി, അതായത് ഈ 16-ാം തീയതിയാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇതിനൊരു വിശദീകരണം ചോദിച്ചുകൊണ്ട് DGP MR അജിത് കുമാറിന് കത്ത് നൽകിയത്. അതിൽ താൻ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ശേഷം നൽകാമെന്നായിരുന്നു അദ്ദേഹം നൽകിയിരുന്ന ഉറപ്പ് എന്ന് പറയുന്നത്. അത് ഇന്നലെയായിരുന്നു അതിൻ്റെ അവസാന തീയതിയായി ഉണ്ടായിരുന്നത്. ഇന്നലെയോടുകൂടി തന്നെ MR അജിത് കുമാർ അതിൽ തൻ്റെ വിശദീകരണം നൽകിയിട്ടുണ്ട്. SIT നടത്തിയിട്ടുള്ള കണ്ടെത്തലുകളൊക്കെ തന്നെയും പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെ അല്ലെങ്കിൽ ഒരു വിശദീകരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു വിശദീകരണത്തിൽ ആണ് ഇനിയിപ്പോൾ DGP റിപ്പോർട്ട് നൽകേണ്ടത് എന്നുള്ളതാണ്. DGP ഏത് തരത്തിലായിരിക്കും അതിൽ ആ വിശദീകരണം പരിഗണിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇതിൽ വരാനിരിക്കുന്നത്. DGPയുടെ റിപ്പോർട്ട് അനുസരിച്ച് തന്നെയായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഇതൊരു പ്രത്യേകമായിട്ടൊരു സാഹചര്യം കൂടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ DGP സ്ഥാനത്തേക്ക് MR അജിത് കുമാറിനെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് നടപടികളൊക്കെ തന്നെ നടക്കാനിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അതിൽ എന്ത് തരത്തിലേക്കുള്ള നടപടി അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കായിരിക്കുമോ വരാനിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സ്വാഭാവികമായി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിൻ്റെ മേലുള്ള സർക്കാരിൻ്റെ തുടർ നടപടികളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമാകുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെ തന്നെ ഈ വിഷയത്തിൽ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് അധികാര കേന്ദ്രമായി തന്നെയായിരുന്നു MR അജിത് കുമാർ പ്രവർത്തിച്ചിരുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും ആ നിലയ്ക്ക് ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ രീതിയിലുള്ള സംരക്ഷണം കിട്ടിയാൽ അത് UDF സർക്കാർ മാറി വരുന്ന സമയത്തും അതേ സംരക്ഷണത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഉന്നയിക്കപ്പെട്ട ഒരാരോപണമെന്ന് പറയുന്നത്. ഞങ്ങളുടെ കുട്ടികളാണ്, ഞങ്ങളുടെ കുട്ടികളുടെ ചോര, അതിനുള്ള പകരം ഞങ്ങൾ ചോദിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിയ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് SIT രൂപീകരിച്ചല്ലാതെ കൂടുതൽ നടപടികളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 20-ൽ അധികം ദിവസങ്ങൾ DGPയുടെ മേശപ്പുറത്ത് തന്നെ ഈ റിപ്പോർട്ട്, SITയുടെ റിപ്പോർട്ട് ഉറങ്ങിക്കിടന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനുശേഷം നിരവധിയായിട്ടുള്ള സമ്മർദ്ദങ്ങളിലൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുന്ന കാര്യത്തിലേക്ക് പോലും തീരുമാനമാകുന്നത്. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് മടക്കിയേക്കുകയും അതിനുശേഷം റിപ്പോർട്ട് വീണ്ടും വരുത്തി അത് തിരുത്തി നൽകിയ ശേഷം വീണ്ടും അജിത് കുമാറിനോട് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ 2-3 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട അതായത് അജിത് കുമാറിനെ ഇത്തരത്തിൽ DGP സ്ഥാനത്തേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട സ്ക്രീനിങ് നടപടികളൊക്കെ തന്നെയും ഏതാണ്ട് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ ഘട്ടത്തിൽ അതിനെ കൂടി ഈ നടപടി അല്ലെങ്കിൽ ഈ ഒരു DGPയുടെ
നിലപാടും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടും അതിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടിയും അത് നിർണായകമാകുമെന്നുള്ള കാര്യം തർക്കമില്ല. എന്തായാലും ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് DGP ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും, ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിക്കും. അത് ഇന്ന് രാവിലെ തന്നെ ഒരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായി മന്ത്രിസഭാ യോഗവും ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് എടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആഭ്യന്തര വകുപ്പ് ഒറ്റയ്ക്ക് ഈ വിഷയത്തിൽ എന്തായാലും തീരുമാനമെടുക്കില്ല. കാരണം ഇത് മന്ത്രിസഭാ യോഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു നടപടിയിലേക്ക് വരിക. ഗോപിക, ശരി, ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. സർക്കാർ ഈ അജിത് കുമാർ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാണ്. എബിയാണ് വിവരങ്ങൾ നൽകിയത്. CPM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത 2 ദിവസം സംസ്ഥാന സമിതിയും ചേരും. കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ സംസ്ഥാന സമിതിയിൽ ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തലും കനത്ത തോൽവിയുടെ സാഹചര്യത്തിൽ സംഘടനാ രംഗത്ത് വരുത്തേണ്ട തെറ്റുതിരുത്തൽ നടപടി ചർച്ച ചെയ്യാൻ വിശാല സമിതി സെപ്റ്റംബറിലാണ് ചേരുക. ഇതിന്റെ തീയതി തീരുമാനിക്കും. ദേശാഭിമാനി വാരാന്ത പതിപ്പ് വിവാദവും 3 ദിവസങ്ങളിലായി നടക്കുന്ന നേതൃയോഗങ്ങളിൽ ചർച്ചയ്ക്ക് വന്നേക്കും. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് കോൺഗ്രസ് കൗൺസിലർമാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കൗൺസിലർമാരായ രജിത പ്രകാശ്, ലിസിക്കുട്ടി മാത്യു, ടോണി തൈപ്പറമ്പിൽ, ബിജു മാത്യൂസ് എന്നിവരെ KPCC പ്രസിഡന്റിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തതായി DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA അറിയിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ജോസഫ് കോട്ടയത്ത് നിന്നും ചേരുന്നുണ്ട്. പ്രശാന്ത്, പാലായിൽ ഈ നാടകീയ രംഗങ്ങൾ തുടരുകയാണ്. ഒടുവിൽ അവിടെ സ്വതന്ത്ര അംഗം ചെയർപേഴ്സൺ ആകാൻ പോവുകയാണല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു സസ്പെൻസ് ഇപ്പോൾ മറന്നേക്ക് പുറത്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഗോപിക. ഇന്നലെ ഈ അവിശ്വാസത്തെ പിന്തുണച്ച കോൺഗ്രസ് വിമതയായിരുന്ന സ്വതന്ത്രയായി മത്സരിച്ച മായ രാഹുലിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നതെന്നുള്ള തരത്തിലാണ് സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മായ രാഹുലിനെ അധ്യക്ഷ സ്ഥാനത്തേക്കും, മായ രാഹുൽ ഇപ്പോൾ ഉപാധ്യക്ഷയാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മായ രാഹുലിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും അതേപോലെ തന്നെ ഇന്നലെ ഈ അവിശ്വാസത്തെ അനുകൂലിച്ച കോൺഗ്രസ് കൗൺസിലർമാരായ ടോണി തൈപ്പറമ്പിലിനെയോ അല്ലെങ്കിൽ ബിജു മാത്യൂസിനെയോ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കും പരിഗണിക്കുന്നു എന്നുള്ള തരത്തിലാണ് സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നാണ് അവർ നൽകിയിട്ടുള്ള ഒരു അറിയിപ്പ്. ഏതായാലും കേരള കോൺഗ്രസ് എം ഭരണത്തിൽ നേരിട്ട് പങ്കാളിയാവില്ല, അല്ലെങ്കിൽ ഭരണത്തിൽ മുൻനിരയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലെന്ന് ഇന്നലെ കേരള കോൺഗ്രസ് എമ്മിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറും നഗരസഭ പ്രതിപക്ഷ നേതാവുമായ ബിജു പാലുപ്പടവൻ വ്യക്തമാക്കിയിരുന്നു. ഈ സ്വതന്ത്ര കൂട്ടായ്മയെ പുറത്താക്കുന്നതിന് വേണ്ടി സഹകരിച്ചവരുമായി ഒപ്പം നിന്നുകൊണ്ട് അവരെ പിന്തുണച്ചുകൊണ്ട് അവരെ ഭരണത്തിലെത്തിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ ടോണി തൈപ്പറമ്പിൽ പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണം തന്നെ നഗരസഭയിൽ ഉണ്ടാകുമെന്നായിരുന്നു. ഇതെല്ലാം ഈ സൂചനയിലേക്കാണ് എത്തുന്നത്. ഈ മായ രാഹുൽ കോൺഗ്രസ് വിമതയായി മത്സരിച്ച് ജയിച്ചു വന്നയാളാണ്. എന്നാൽ മായയെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് വീണ്ടും ഇവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് കോൺഗ്രസിനെ തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വതന്ത്ര കൂട്ടായ്മയെ വിപ്പ് തള്ളിക്കൊണ്ട് ഇന്നലെ മായ രാഹുൽ ദിയ പുളിക്കക്കണ്ടത്തിനെതിരെ അവിശ്വാസം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇനി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും കൂടെ കൈകോർക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കോൺഗ്രസിന് ആകെ 6 കൗൺസിലർമാരുള്ളതിൽ 4 പേരെയും ഇന്നലെ പാർട്ടി പുറത്താക്കി. ഇതോടുകൂടി ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് മറ്റ് നിയന്ത്രണങ്ങളൊന്നുമില്ല, പാർട്ടിയുടെ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടാവില്ല. പാർട്ടി ഇവരെ പുറത്താക്കിയതായി ഇന്നലെ DCC പ്രസിഡന്റും MLA നാട്ടകം സുരേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആർക്കും വോട്ട് ചെയ്യുന്നതിന് ഇവർക്ക് ഒരു തടസ്സവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ 4 കോൺഗ്രസ് അംഗങ്ങളും ഉപാധ്യക്ഷയും കോൺഗ്രസ് വിമതയുമായ മായ രാഹുലും ഒപ്പം കേരള കോൺഗ്രസ് എമ്മിന്റെ മാത്രം 10 കൗൺസിലർമാരുമുണ്ട്. ഈ ഇത്രയും പേർ ചേരുമ്പോൾ തന്നെ 15 പേരായി. ആകെ 26 അംഗ കൗൺസിലാണ്. അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ CPM-ന്റെ ശരി, പാലായിൽ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച 4 കൗൺസിലർമാരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. പ്രശാന്താണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ചെലവായത് $37.5 ബില്യൺ ആണെന്ന് കണക്ക് വെളിപ്പെടുത്തി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. മെയ് മാസത്തിൽ ട്രംപ് ഭരണകൂടം പുറത്തുവിട്ട $29 ബില്യൺ മുൻ കണക്കിനേക്കാൾ ഏകദേശം $8 ബില്യൺ കൂടുതലാണ് പുതിയത്. യുദ്ധത്തിന് വീണ്ടും അധിക ഫണ്ട് ആവശ്യപ്പെട്ട് ട്രംപ് ഭരണകൂടം രംഗത്ത് വന്നിട്ടുണ്ട്. സൈനിക ശക്തി കൂട്ടാൻ പണം വേണമെന്നാണ് ആവശ്യം. വിമർശിച്ച ഡെമോക്രാറ്റുകളും രംഗത്ത് എത്തിയിട്ടുണ്ട്. ആവശ്യത്തിൽ കടുത്ത വാക്പോര് അവിടെ തുടരുകയാണ്.
ഇന്ന് ചേരാനിരുന്ന ദേവസ്വം ബോർഡ് യോഗം നാളത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. ഈ ശബരിമല തന്ത്രിയായി കണ്ഠരര് രാജീവരുടെ മകനെ നിയമിക്കണമെന്ന അപേക്ഷ നാളെ ചേരുന്ന യോഗം ചർച്ച ചെയ്യും. അതേസമയം ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതികൾ നിലച്ചതിന് പിന്നാലെ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച ബദൽ ക്രമീകരണങ്ങളിലും ആശയക്കുഴപ്പം തുടരുകയാണ്. ജൂലൈ 22-ന് യോഗം ചേരുമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ചില അംഗങ്ങളുടെ അസൗകര്യം അറിയിച്ചതോടെ നാളത്തേക്ക് മാറ്റുകയായിരുന്നു. ശബരിമല തന്ത്രിസ്ഥാനത്ത് നിന്നും തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ഠരര് രാജീവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു. പകരം മകൻ ബ്രഹ്മദത്തിന് തന്ത്രിസ്ഥാനം നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭൂരിഭാഗം അംഗങ്ങളും അനുകൂലിക്കുകയും ചെയ്തു. ശബരിമല തന്ത്രിയാകാൻ ബ്രഹ്മദത്തൻ യോഗ്യനാണെന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ സാങ്കേതിക നടപടികൾ മാത്രമാകും ഇനി ബാക്കിയാവുക. വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ്. അതേസമയം 275 കോടി രൂപ വകയിരുത്തിയ ശബരിമല മാസ്റ്റർ പ്ലാൻ നിലച്ച അവസ്ഥയിലാണ്. 2016-17 കാലഘട്ടത്തിലാണ് 275 കോടി രൂപ മാസ്റ്റർ പ്ലാനിന് വകയിരുത്തിയത്. എന്നാൽ 85.45 കോടി മാത്രമാണ് ലഭിച്ചത്. ഇതിൽ 85.39 കോടിയും ചെലവഴിക്കുകയും ചെയ്തു. റോഡുകൾ മുതൽ എല്ലാ സംവിധാനങ്ങളും സജ്ജീകരിക്കുന്നതിനായാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. എന്നാൽ നടപടികളൊന്നും പൂർത്തിയായിട്ടില്ല. മണ്ഡലകാലം അടുത്തിരിക്കെ എന്ത് ബദൽ മാർഗം സ്വീകരിക്കണമെന്നും യോഗത്തിൽ ചർച്ചയാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിതിൻ രാജിന്റെ മരണം ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘം അന്വേഷിക്കും. SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇനി കേസ് അന്വേഷിക്കുക. കേസിലെ 1-ാം പ്രതിയായ ഡോക്ടർ റാമിനെ കഴിഞ്ഞ ദിവസം തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിട്ടയച്ചതിൽ ആഭ്യന്തര വകുപ്പിന് കടുത്ത അതൃപ്തിയാണുള്ളത്. സംഭവത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ കണ്ണൂരിൽ നിന്നും ചേരുന്നുണ്ട്. ജോസഫ്, പുതിയ സംഘത്തിനാണ് ഈ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമല്ലേ? ഗോപിക, തീർച്ചയായും കഴിഞ്ഞ ഏപ്രിൽ 10-നാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഈ അഞ്ചരക്കണ്ടി പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ആദ്യം കേസ് അന്വേഷിച്ചത്. പിന്നീട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷിച്ചു. അതിനുശേഷം കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ഈ 3 അന്വേഷണ സംഘത്തിലും കാര്യമായ പുരോഗതി ഉണ്ടാകാതിരിക്കുകയും മുഖ്യപ്രതിയായിട്ടുള്ള ഡോക്ടർ MK രാം നിരൂപാധികമായി കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കടുത്ത വീഴ്ചയിൽ ആഭ്യന്തര വകുപ്പിന് കടുത്ത അതൃപ്തിയുള്ളത്. എന്തായാലും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഇതിനോടകം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പുതിയ ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് കേസ് അന്വേഷണം ഏറ്റെടുക്കും. വിശദമായ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി കുടുംബത്തിന്റെ ഈ ആശങ്കകൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് മോഹനചന്ദ്രൻ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനെതിരെ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തരമന്ത്രിക്കും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ ജാമ്യം തള്ളിയ ഒരു പ്രതിയാണ് ഡോക്ടർ MK രാം. പക്ഷേ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അത് കൃത്യമായി പാലിക്കാതിരിക്കുകയും ഈ അറസ്റ്റ് ചെയ്യുന്ന വിവരം പബ്ലിക് പ്രോസിക്യൂട്ടറെ അറിയിക്കാതിരിക്കുകയും ചെയ്തതാണ് ഇത്തരത്തിൽ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ വിട്ടയക്കാൻ കാരണമായത്. ഈ പഴുതുകളെല്ലാം പോലീസും അതുപോലെ തന്നെ ഈ പ്രതിയും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നാണ് നിതിൻ രാജിന്റെ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. വിദ്യാർത്ഥിക്ക് അടുത്ത് ജാതീയ വിവേചനങ്ങൾക്കിരയായിട്ടുണ്ട് എന്നാണ് ഇത്തരത്തിൽ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പുതിയ സംഘം നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗോപിക, ശരി. SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇനി ഈ കേസ് അന്വേഷിക്കുക. ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. എപ്പോഴും നമ്മൾ ഭയങ്കര കംഫർട്ടായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലേ. ഈ പത്തനംതിട്ട ജില്ലാ കുടുംബശ്രീ മിഷൻ ഓഫീസിൽ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കുറച്ച് ജീവനക്കാർ. കളക്ടറേറ്റിലെ ചെറിയൊരു മുറിയിൽ 70ഓളം ജീവനക്കാരാണ് ശ്വാസം മുട്ടി ജോലി ചെയ്യുന്നത്. കസേരകളിലും വഴികളിലുമെല്ലാം ഫയലുകൾ കുന്നുകൂടി കിടക്കുന്ന ഇവിടെ ജീവനക്കാർക്ക് ഇരിക്കാൻ പോലും ഒരു ഇരിപ്പിടം പോലുമില്ല. ഫയലെങ്കിലും വെക്കാൻ ഒരു സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. പത്തനംതിട്ട കളക്ടറേറ്റ് സമുച്ചയത്തിനുള്ളിലെ ചെറിയൊരു മുറി കാഴ്ചയിൽ ഒരു ഫയൽ ഗോഡൌൺ എന്ന് തോന്നുമെങ്കിലും 70ഓളം ജീവനക്കാർ ദിവസവും വന്നുപോകുന്ന പത്തനംതിട്ട ജില്ലാ കുടുംബശ്രീ മിഷൻ ഓഫീസാണിത്. കണ്ടു നിൽക്കുന്നവർക്ക് അത്ഭുതം തോന്നും. നിന്ന് തിരിയാൻ പോലും ഇടമില്ലാത്ത ഈ കുടുസുമുറിയിൽ ഇത്രയും പേർ എങ്ങനെ ജോലി ചെയ്യുന്നു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഓരോ വർഷം കഴിയുന്തോറും ഈ ഫയലുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം
ഇതിനകത്ത് ഒരു ഫയൽ പോലും നമുക്ക് കളയാൻ പറ്റത്തില്ല. അതെല്ലാം ഓഡിറ്റ് ചെയ്യാനുള്ള വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്കിരുന്ന് വീർപ്പ് മുട്ടി എലി ഒരു കോണിക്ക് മറ്റ് ജീവികളെല്ലാം ഉണ്ട്. ഇതിനിടയ്ക്കിരുന്ന് പൊടിയും പിടിച്ച് നമ്മൾ ഒരു രോഗിയാവുന്ന അവസ്ഥയിലോട്ട് മാറുകയാണ്. ഇവിടെ പ്ലാനിംഗ് ഓഫീസ് കഴിഞ്ഞപ്പോൾ നമുക്ക് തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അപ്പം ഈ മിനി സിവിൽ സ്റ്റേഷനിലെ കുറേ ബിൽഡിംഗ് ഇപ്പോൾ അടിയന്തരമായിട്ട് മാറ്റേണ്ടതുണ്ട്. അപ്പം അവിടുത്തെ ആൾക്കാർ കുറേ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ആ ഓഫീസും ലഭ്യമായില്ല. ഓഫീസിന്റെ മുൻവശത്തു നിന്ന് തന്നെ ഫയലുകളുടെ നിര കാണാം. ഇരിക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന കസേരകളിൽ വരെ ഫയലുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇവയ്ക്കിടയിലുള്ള ഇത്തിരിപ്പോന്ന ഇടങ്ങളിലാണ് ജീവനക്കാർ ഇരുന്ന് ഫയലുകൾ നീക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു രേഖ പോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ബാധ്യതയും ഇവർക്കുണ്ട്. ഓഫീസ് പ്രവർത്തനത്തിന് വിസ്തൃതിയുള്ള മറ്റൊരു മുറി അനുവദിക്കുക, അല്ലെങ്കിൽ ഫയലുകൾ മാത്രം സുരക്ഷിതമായി സൂക്ഷിക്കാൻ റെക്കോർഡ് റൂം സൗകര്യം ഏർപ്പെടുത്തുക എന്നതാണ് ജീവനക്കാരുടെ ആവശ്യം. ജില്ലയിലെ ആയിരക്കണക്കിന് സ്ത്രീകളുടെ ജീവനോപാധികൾക്ക് വഴികാട്ടുന്ന കുടുംബശ്രീ മിഷന്റെ ഓഫീസിന് ഇനിയെങ്കിലും അർഹമായ സൗകര്യങ്ങൾ ലഭിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിന്റെ 3ാം നിലയിലുള്ള ഒരു കുടുസുമുറിയിലാണ് പത്തനംതിട്ട ജില്ലാ കുടുംബശ്രീ മിഷൻ ഓഫീസിന്റെ പ്രവർത്തനം. അകത്തും പുറത്തുമെല്ലാം ഫയലുകളാൽ നിറഞ്ഞു. ഇവിടെ വരുന്നവർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഇനി കാണേണ്ടവർ ഇത് കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ രതീഷ് മർബിശേലിനും സഞ്ജുവിനുമൊപ്പം കണ്ണൻദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഗവി സഫാരി മുടങ്ങിയിട്ട് 2 വർഷത്തോളമാകുന്നു. വനം വകുപ്പിന് വലിയ വരുമാനം നൽകിയിരുന്ന കോന്നിയിൽ നിന്നുള്ള സഫാരി പാക്കേജാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നിലച്ചിരിക്കുന്നത്. ഇതോടെ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ സഫാരി വാഹനങ്ങൾ കോന്നി ആനത്താവളത്തിൽ വെയിലും മഴയും ഏറ്റ് നശിക്കുകയാണ്. ഗവി പാക്കേജ് വീണ്ടും ആരംഭിച്ചാൽ വനം വകുപ്പിന് സാമ്പത്തിക ലാഭവും ഒപ്പം വിനോദസഞ്ചാരികൾക്ക് അത് വലിയൊരു ആശ്വാസവുമാകും. കോന്നി ആനത്താവളത്തിൽ നിന്ന് ആരംഭിച്ച് അടവി, ഗവി, പീരുമേട്, പാഞ്ചാലിമേട് വഴി നടത്തിയിരുന്ന സഫാരി സഞ്ചാരികൾക്ക് വലിയ അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ മുൻപ് ഏറെ ജനപ്രിയമായിരുന്നു വനം വകുപ്പിന്റെ ഗവി ടൂർ പാക്കേജ്. പാക്കേജിനായി പ്രത്യേകമായി അനുവദിച്ച 20 സീറ്റുകളുള്ള വനം വകുപ്പിന്റെ വാഹനങ്ങൾ ഇപ്പോൾ കോന്നി ആനത്താവളത്തിൽ മഴയും വെയിലുമേറ്റ് നശിക്കുകയാണ്. ഏതാണ്ട് 85 കിലോമീറ്ററോളം തിക്ക് ഫോറസ്റ്റിൽ യാത്രയാണ്. നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത വനത്തിക്കൂടുള്ള യാത്ര. വരുന്നവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയായിരുന്നു. അതിന് പുല്ലുമേടുകൾ, നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിക്കും മരങ്ങൾ, ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നല്ല ഓക്സിജനൊക്കെ ശ്വസിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരു യാത്ര നിലച്ചിട്ട് 1.5 വർഷത്തോളമായി. സാമ്പത്തികമായി വനം വകുപ്പിന് ഏറെ ലാഭം നൽകിയിരുന്ന പാക്കേജ് കൂടിയായിരുന്നു ഇത്. 2200 രൂപയാണ് പാക്കേജിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിലെ പ്രഭാത ഭക്ഷണം, വനത്തിൽ വെച്ച് സ്നാക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ലഞ്ച്, അതുപോലെ 4 മണിക്കത്തെ ഒരു ടീ സ്നാക്സും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് 100 രൂപ ക്രമത്തിൽ ലൈറ്റ് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. നിലവിൽ KSRTC ബസ്സുകളിൽ എത്തുന്ന മുഴുവൻ സഞ്ചാരികളെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ബസ്സിൽ ടിക്കറ്റ് ലഭിക്കാതെ നിരവധി സഞ്ചാരികളാണ് ദിവസവും മടങ്ങുന്നത്. അതിൽ ഞങ്ങൾ 4 ഡ്രൈവർമാരായിരുന്നു. പ്രത്യേകം പരിശീലനം കിട്ടിയ ഡ്രൈവർമാരും ഗൈഡുമാർ ആണ് ഇതിലെ ഓടിക്കൊണ്ടിരുന്നത്. ഇത് എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണം. ഇതിൽ 4 ഡ്രൈവർമാരാണ് നിലവിലുള്ളത്. അവരേതാണ്ട് 1.5 വർഷക്കാലമായിട്ട് അവർക്ക് ജോലിയില്ലാത്തൊരവസ്ഥയാണ്. ഇതിനു പുറമെ അടവിയിൽ സഞ്ചാരികൾക്കായി നിർമ്മിച്ച എക്കോ ഫ്രണ്ട്ലി ഹട്ടുകളും മാസങ്ങളായി പൂട്ടിയിട്ടിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ നടക്കുകയാണെന്നാണ് വനം വകുപ്പ് നൽകുന്ന വിശദീകരണമെങ്കിലും എന്ന് തുറന്നു കൊടുക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. KSRTC ബസ്സുകളിലെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ വനം വകുപ്പ് മുൻപ് നടത്തിയിരുന്ന സഫാരി പാക്കേജ് പുനരാരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. വരുമാന വർധനവിനൊപ്പം ടൂറിസം മേഖലയ്ക്കും ഉണർവേകുന്ന ഈ പദ്ധതി എന്ന് പുനരാരംഭിക്കുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ വനം വകുപ്പ് അധികൃതർക്ക് കഴിയുന്നുമില്ല. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഈ KSRTCയുടെ ട്രിപ്പ് പാക്കേജൊക്കെ ആശ്രയിച്ച് ഒരുപാട് ടൂർ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കാടും മേടും ഒക്കെ താണ്ടി ഗവിയുടെ വനഭംഗി ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികളുടെ യാത്ര ഇപ്പോൾ ദുരിതപൂർണ്ണമാണ്. തേഞ്ഞു തീർന്ന ടയറുകളും പൊളിഞ്ഞ ബോഡിയുമായി ഗവി പാതയിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാവുകയാണ്. വനത്തിനുള്ളിൽ ബസ്സുകൾ അടിക്കടി തകരാറിലാകുന്നത് സഞ്ചാരികളെ മണിക്കൂറുകളോളം ദുരിതത്തിലാക്കുകയാണ്. ആങ്ങമൂഴി, മൂഴിയാർ, ഗവി, വണ്ടിപ്പെരിയാർ വഴി കുമളിക്കുള്ള ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്നു. തേഞ്ഞു തീർന്ന ടയറുകളും പലയിടത്തും ബോഡി പൊളിഞ്ഞതുമായ KSRTC ബസ്സുകളാണ് ഗവി റൂട്ടിൽ നിലവിൽ സർവീസ് നടത്തുന്നത്. കാലപ്പഴക്കം ചെന്ന ഈ വാഹനങ്ങൾ വനത്തിനുള്ളിൽ വെച്ച് അടിക്കടി തകരാറിലാകുന്നത് സഞ്ചാരികളെയും നാട്ടുകാരെയും ഒരേപോലെ വലയ്ക്കുന്നു. ഭയങ്കര കുഴി, വണ്ടിയിലിരുന്നാൽ തന്നെ പേടി വരും. ഈ ബസ്സിനകത്ത് ഇടിച്ചു വിളിച്ച ആൾ വരുന്നത് ഇപ്പോഴും. ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് സുഖത്തോടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വരെ നിൽക്കേണ്ടി വരും. വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ചരിഞ്ഞ് ഇങ്ങനെ ചരിഞ്ഞ് വരുന്നത്. അതുപോലെ പേടിച്ച് ഇപ്പോഴും വരുന്നത് അങ്ങനെ, ഇന്നും വന്നത് അങ്ങനെ.
കഴിഞ്ഞയാഴ്ച കക്കി ഡാമിന് സമീപം ബസ് തകരാറായതിനെ തുടർന്ന് മണിക്കൂറുകളോളമാണ് യാത്രക്കാർ കാട്ടിനുള്ളിൽ കുടുങ്ങിയത്. മൊബൈൽ റേഞ്ച് പോലുമില്ലാത്ത ഈ മേഖലയിൽ ഒടുവിൽ വനപാലകർ എത്തി മറ്റൊരു വാഹനം ഏർപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് സഞ്ചാരികൾക്ക് പുറത്തെത്താനായത്. ഈ പോകുന്ന വഴി അത്രയ്ക്ക് നല്ല റോഡും അല്ല. മെയിനായിട്ടും നമ്മൾ സാധാരണ മെയിൻ റോഡിൽ പോകുന്ന തൊട്ട് ഇത്രയും യാത്രക്കാർ കൊണ്ട് പോകാൻ പറ്റിയ കണ്ടീഷനല്ല. ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇപ്പോൾ ഇത് കാണാത്തതുകൊണ്ടായിരിക്കും ആരും ഒന്നും പറയാത്തത്. കാര്യം വെച്ചാൽ ഉദ്യോഗസ്ഥരൊക്കെ ശരിക്കും റോഡ് ഗവിയെക്കുറിച്ച്, ഗവിയുടെ റോഡിനെ കുറിച്ചും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഗവി സർവീസുകളെല്ലാം പ്രിയദർശിനി സർവീസുകളാക്കി മാറ്റിയതോടെ ബസ്സുകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിനിടയിലാണ് റോഡിന്റെ പൂർണ്ണമായ തകർച്ച. വലിയ കുഴികൾ രൂപപ്പെട്ട കാനനപാതയിലൂടെയുള്ള യാത്ര എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽ കലാശിക്കാവുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ സ്ഥലത്തിലൊക്കെ ഈ വാഹനങ്ങൾ സ്റ്റോപ്പായി പോയാൽ, ബ്രേക്ക് ഡൗൺ ആയി പോയാൽ അവിടെ എത്തപ്പെടാനും തിരിച്ച് ആൾക്കാരെ കൊണ്ടുവരാനും വളരെ സാധ്യത കുറവാണ്. ഗവി പാതയിലെ അപകടാവസ്ഥ ദിനംപ്രതി വർദ്ധിച്ചിട്ടും KSRTC അധികൃതർ മാത്രം ഇതൊന്നും അറിയാത്ത മട്ടിലാണ്. സ്ഥലം MLA വിഷയത്തിൽ ഇടപെടുമെന്ന ഉറപ്പാണ് നൽകുന്നത്. ബഡ്ജറ്റ് ടൂറിസത്തിലാണെങ്കിലും പ്രിയദർശനിലാണെങ്കിലും ഗവിയിലേക്ക് ഉപയോഗിക്കപ്പെടുന്ന ആ വാഹനം നല്ല കേടുപാട് എല്ലാ സമയവും വരുന്നു. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 4 ദിവസം തുടർച്ചയായി കാട്ടിനുള്ളിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം. അക്കാര്യം മാറ്റി പുതിയ വാഹനം തന്നെ ഗവിയിലേക്ക് സർവീസ് നടത്തണം എന്ന നിലയിൽ ഒരു കത്ത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകുന്നതാണ്. പുതിയ ബസ്സുകൾ അനുവദിക്കണമെന്ന നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന്മേൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു ഭാഗത്ത് വനഭംഗി ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളും മറുഭാഗത്ത് ഒട്ടും സുരക്ഷിതമല്ലാത്ത റോഡും ഏത് സമയത്തും കട്ടപ്പുറത്താകാവുന്ന KSRTC ബസ്സുകളും. ഇനിയൊരു അപകടമുണ്ടായാൽ മാത്രമേ അധികൃതർ കണ്ണു തുറക്കുകയുള്ളൂ എന്നാണ് നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ചോദിക്കാനുള്ളത്. ക്യാമറമാൻ രതീഷ് മടവിശ്വലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നുള്ള വാഗ്ദാനവുമായി എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് വ്യാജ ഫോൺ കോൾ വന്ന സംഭവത്തിൽ ഫോണിന്റെ സിം ഉടമയെ കണ്ടെത്തി. ഡൽഹി സ്വദേശിയുടേതാണ് സിം. എന്നാൽ തട്ടിപ്പിൽ തനിക്ക് പങ്കില്ലെന്നും മൊബൈൽ ഫോൺ മോഷണം പോയിരുന്നു എന്നാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത്. ഇയാളുടെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കൂടുതൽ പരിശോധിക്കും. വിദ്യയുടെ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് നിർണായക വിവരം ലഭിച്ചത്. ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർക്കും സമാനമായ ഫോൺ കോൾ വന്നിരുന്നു. ഉത്തര കേരളത്തിലെ ഏറെ പൗരാണികമായ ശ്രീരാമക്ഷേത്രമാണ് കാസർഗോഡ് ചെറുവത്തൂരിലെ താഴത്തെ മട്ടലായി ശ്രീരാമക്ഷേത്രം. വനവാസകാലത്ത് ശ്രീരാമൻ വന്ന ഇടമെന്നാണ് ഐതിഹ്യം. രാമായണ മാസമായതോടെ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത്. പടിഞ്ഞാറ് അഭിമുഖമായാണ് ദേവന്റെ ദർശനം. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പകളേപരൻ കഞ്ചല വിലോചനൻ. താഴക്കാട്ട് മനക്ക് കീഴിലെ 18 ക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ട പൗരാണിക ക്ഷേത്രമാണ് ചെറുവത്തൂർ താഴത്തെ മട്ടലായി ശ്രീരാമക്ഷേത്രം. വനവാസകാലത്ത് ശ്രീരാമദേവൻ വന്ന് വാസം ചെയ്ത സ്ഥലമെന്നും ഹനുമാൻ ഗതവെച്ച ഇടമെന്നുമാണ് വിശ്വാസം. ശാന്തസ്വരൂപനായി പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ദേവന്റെ ദർശനം. കുന്നുകൾ ചുറ്റപ്പെട്ട് വനനിബിഡമായിരുന്ന പ്രദേശത്ത് പണ്ടുകാലങ്ങളിൽ ആൾക്കുരങ്ങിന്റെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും സഞ്ചാരവ്രതത്തിൽ വരുന്ന ഭക്തർക്ക് 2 നേരങ്ങളിലായി ഭക്ഷണം നൽകുന്ന മട്ലായൂട്ട് സമ്പ്രദായം നിലനിന്നതായും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞ ഈ ക്ഷേത്രത്തിന്റെ ഈ സമീപം വെറും വനമായിരുന്നു. ഇതിന് തൊട്ട് മുമ്പിൽ അറബിക്കടലായിരുന്നു. 4 ഭാഗവും കുന്നോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അമ്പലമാണ്. പണ്ടിവിടെ സൂര്യൻ അസ്തമിച്ചാൽ തിരിയില്ല. അങ്ങനെയുള്ള ഒരു നട്ടുച്ചക്ക് പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അസ്തമയം പോലെ ഉണ്ടാവുക. വനപ്രദേശമാണ്. മാത്രമല്ല അന്ന് ഈ സഞ്ചാരഗതത്തിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ അന്ന് ഊട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ പൗരാണികത അടയാളപ്പെടുത്തുന്ന കുളം ക്ഷേത്രത്തിന് മുൻവശത്തായി കാണാം. വിശേഷ ദിവസങ്ങളിൽ കുളത്തിന് സമീപത്തായി നിവേദ്യം സമർപ്പിക്കുമ്പോൾ കുരങ്ങുകൾ എത്താറുണ്ട്. ക്ഷേത്രം നിൽക്കുന്ന കന്നിമൂലയ്ക്കാണ് ഹനുമാൻ സാന്നിധ്യം. മനമുരുകി പ്രാർത്ഥന നടത്തുന്ന ഭക്തർക്ക് അനുഗ്രഹങ്ങളും നിരവധി അനുഭവങ്ങളും ലഭിച്ചതായി പറയുന്നു. ഹനുമാനിയുടെ ഏറ്റവും നല്ല ശക്തി പ്രാപിച്ചൊരു ഹനുമാനാണ്. എല്ലാം കൊണ്ടും ഈ ക്ഷേത്രത്തിൽ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വളരെയധികം പ്രാർത്ഥനയോട് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവങ്ങൾ നേരിട്ട് കിട്ടിയ എത്രയോ ആൾക്കാർ ഇവിടെ വന്ന് പല രീതിയിലും പല രൂപത്തിലും ഇവിടെ സഹായിച്ചിട്ടുണ്ട്. രാമായണ മാസാചരണം തുടങ്ങിയതോടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി ഭക്തർ ശ്രീരാമ ദർശനം തേടിയെത്തുന്നു. കൃഷ്ണപുരം പടിഞ്ഞാറോട്ടം നടയായിട്ടാണ്. പിന്നെ സീതാ അന്വേഷണ സമയത്ത് ശ്രീരാമനിടെ വന്നിരുന്ന സങ്കല്പം ശാന്തസ്വരൂപനായിട്ടായിരിക്കുന്നത്. ഇവിടെ കടുംപായസം, ശർക്കര പായസം, അമ്പം വില്ലും സമർപ്പണം, വിശേഷാൽ നിറമാല എന്നിവ ശ്രീരാമസ്വാമിക്കും, ഗതസമർപ്പണം, വെറ്റിലമാല ചാർത്തൽ തുടങ്ങിയവ ഹനുമാനുമുള്ള സവിശേഷ വഴിപാടുകളാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്.
പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച സബ്സിഡി തുക ഉപയോഗിച്ച് വാങ്ങിയ നെൽവിത്ത് മറിച്ചുവിറ്റതായി ആരോപണം. കോട്ടയം നീണ്ടൂർ പഞ്ചായത്തിലാണ് സംഭവം. ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി നടന്നതായും സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നീണ്ടൂർ പഞ്ചായത്തിലെ മുഴുവൻ പാടശേഖരങ്ങളും തരിശുരഹിതമാക്കുന്നതിന് വേണ്ടിയാണ് നെൽകൃഷിക്ക് സഹായമെന്ന നിലയിൽ നെൽവിത്ത് സബ്സിഡി നൽകി വരുന്നത്. 1 കിലോയ്ക്ക് 40 രൂപയാണ് നെൽവിത്തിന്റെ വില. ഇതിൽ 31 രൂപ പഞ്ചായത്ത് സബ്സിഡിയായി നൽകുന്നുണ്ട്. വിത്തിന് കിലോയ്ക്ക് 9 രൂപ മാത്രമാണ് കർഷകർക്ക് ചെലവാകുന്നത്. 2025-26 വർഷത്തെ പദ്ധതിയിൽ ക്രമക്കേട് നടന്നതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ചില പാടശേഖര സമിതികളും കർഷകരും കൃഷി നടത്തുന്ന പാടശേഖരത്തിന്റെ വിസ്തൃതി പെരുപ്പിച്ചു കാട്ടി സബ്സിഡി നിരക്കിൽ വിത്ത് വാങ്ങിയ ശേഷം മറിച്ചു വിറ്റുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൈപ്പുഴയിൽ 260 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരത്തിന് വിത്ത് വാങ്ങിയ ശേഷം 83 ഏക്കറിൽ മാത്രം കൃഷി നടത്തുകയും ബാക്കി വിത്ത് മറിച്ചു വിറ്റു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അവർ 260 ഏക്കർ കൃഷി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് നെൽവിത്ത് മേടിച്ചുകൊണ്ട് പോയി. പക്ഷേ അവർ വിതച്ചിരിക്കുന്നത് 83 ഏക്കർ മാത്രമാണ്. അപ്പോൾ ആ വിവരം ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്ത് അതിനുശേഷം പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടി അന്ന് ചർച്ച ചെയ്തപ്പോൾ കൃഷി ഓഫീസറെ വിളിച്ചു വരുത്തി. കൃഷി ഓഫീസർ വന്ന് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പോൾ അവർ തെറ്റ് അംഗീകരിച്ചു. അവരെ കൊണ്ട് പൈസ തിരിച്ചടപ്പിക്കാമെന്ന് പറഞ്ഞു. കൃഷി ഓഫീസറുടെ അന്വേഷണത്തിൽ തിരിമറി നടന്നതായി കണ്ടെത്തുകയും തട്ടിപ്പ് നടത്തിയവരെ കൊണ്ട് പണം തിരികെ അടപ്പിക്കുമെന്ന് കൃഷി ഓഫീസർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ കൂടുതൽ പാടശേഖരങ്ങളിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നറിയുന്നതിനായി വിജിലൻസ് അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ഈ വിഷയം ഭരണസമിതി വോട്ടിനിട്ട് തള്ളി. ഞങ്ങളുടെ ആവശ്യം ഇത് ശരിക്കും അന്വേഷിക്കണം. ഇതിൻ്റെ പ്രയോജനം ഈ സാധാരണ കർഷകർക്ക് ആർക്കും ലഭിച്ചിട്ടില്ല. ഇതൊരു ലോബിയാണ്. ഈ ലോബിയുടെ കൈകളിലാണ് ഈ സംഭവം ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. ഈ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. വിജിലൻസ് അന്വേഷണത്തെ പഞ്ചായത്ത് ഭരണസമിതി ഭയക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. നീണ്ടൂർ പഞ്ചായത്ത് പരിധിയിലെ ചില പാടശേഖരങ്ങൾ ചില വൻകിട ലോബികളുടെ കൈകളിലാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. സംസ്ഥാനത്ത് കേരള ലോട്ടറിയുടെ സമ്മാന ടിക്കറ്റുകൾ വ്യാജമായി നിർമ്മിക്കുന്ന മാഫിയകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഭാഗ്യക്കുറിയുടെ സമ്മാനാർഹമായ നമ്പറിലുള്ള ടിക്കറ്റുകൾ കൃത്രിമമായി നിർമ്മിച്ച് തട്ടിപ്പ് നടത്തുന്നവരെ സഹായിക്കുന്നത് ലോട്ടറി മേഖലയിലെ ഉദ്യോഗസ്ഥ ലോബികളാണ് എന്ന പരാതിയും ഉയരുന്നുണ്ട്. പ്രതിദിനം അച്ചടിക്കുന്ന 1,08,00,000 ടിക്കറ്റുകളിലൂടെ പ്രതിവർഷം 16,000 കോടിയോളമാണ് ലോട്ടറി മേഖല സർക്കാരിന് വരുമാനമേകുന്നത്. എന്നാൽ ഇതിനിടെ ഒറ്റ നമ്പർ ചൂതാട്ടവും വ്യാജനുമായി ലോട്ടറി മേഖലയെ തകർക്കുന്ന മാഫിയ സംഘങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഒരു സർക്കാരും നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതികൾ. ഇവിടെയുള്ളത് സമ്മാന ടിക്കറ്റുകൾ. നറുക്കെടുപ്പ് കഴിഞ്ഞ് ലോട്ടറി ടിക്കറ്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ടിക്കറ്റുകൾ ഇരട്ടിപ്പ് നടത്തുകയോ അല്ലെങ്കിൽ സമ്മാനങ്ങൾ വ്യാജമായി നിർമ്മിക്കുകയോ ചെയ്യുന്ന ഒരു സംഘമാണ്. ആ സംഘം മാഫിയ പ്രവർത്തനം കേരളത്തിന്റെ മണി നടക്കുന്നുണ്ട്. അതിന്റെ ഇരയാക്കപ്പെടുന്നത് സാധാരണ ഏജന്റുമാരും വിൽപ്പനക്കാരുമാണ്. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും വ്യാജ സമ്മാന ടിക്കറ്റുകൾ സംബന്ധിച്ച പരാതി ഉയർന്നതിന് പിന്നാലെ ലോട്ടറി മേഖല ഒന്നടങ്കം ആശങ്കയിലാണ്. നിലവിൽ ഓണം ബമ്പർ ഇറങ്ങിയതോടെ കരുതലോടെയാണ് മേഖല നീങ്ങുന്നത്. കേരള ലോട്ടറിയുടെ സമ്മാന ടിക്കറ്റുകൾ വ്യാജമായി നിർമ്മിക്കുന്ന മാഫിയകൾക്കൊപ്പം ഉദ്യോഗസ്ഥ ലോബിയുണ്ടെന്ന ആരോപണവും ലോട്ടറി ഏജന്റുമാരുടെ സംഘടനകളും ഉന്നയിക്കുന്നുണ്ട്. അടിച്ച ലോട്ടറി ഏതെന്നോ വ്യാജനേതെന്നു പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അറിവില്ലെന്നും പരാതികളുണ്ട്. ഇതിന്റെ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കൊണ്ടുപോയി കൊടുത്താൽ അത് ഒറിജിനലായി വരുന്നൊരു സാഹചര്യമുള്ളത്. 5,000-ന് 12,000 അടിച്ചു. ലോട്ടറി ഓഫീസിൽ അദ്ദേഹം സ്വന്തം നല്ല ടിക്കറ്റാണല്ലോ എന്നോർത്ത് അയാൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വന്ന് ഇവിടെ അടിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് 60,000 മാറ്റിക്കൊണ്ടുപോയി. ഈ ടിക്കറ്റും കൊണ്ട് വന്നപ്പോൾ ഇത് വ്യാജം വന്നു. ഒരു വശത്ത് സർക്കാരും മറുവശത്ത് വ്യാജ ലോട്ടറിയിലൂടെ ചില ലോബികളും വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ ലോട്ടറി വിൽപ്പനക്കാരായ ഭിന്നശേഷിക്കാർ നിരന്തരം അവഗണനയുടെ പാതയിൽ തന്നെയാണ്. ദരിദ്രരായ ഞങ്ങൾക്ക് വികലാംഗർക്കെല്ലാം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാക്കി. 6 രൂപയാണ് കിട്ടുന്നത്. ലോട്ടറി ടിക്കറ്റ് വിറ്റാലും 8 രൂപയുള്ള സാധനം വെട്ടി കുറച്ചിട്ട് 6 രൂപ ആക്കി. 3 മണിക്കാണ് ടിക്കറ്റ് എടുക്കുക നറുക്കെടുപ്പ്. അത് ഈ കഴിഞ്ഞ സർക്കാർ 2 മണിക്കാക്കി. ഈ ഒരു ടിക്കറ്റ് 3 മണിക്കേ തീരുള്ളൂ. എല്ലാവർക്കും പൈസയും വർദ്ധിപ്പിച്ചു. ഒരു 5 ടിക്കറ്റ് എടുക്കാൻ അന്ന് എടുക്കായിരുന്നു. 200 രൂപയ്ക്ക് 5 ടിക്കറ്റ് എടുക്കും. ഇന്നിപ്പോൾ ഒരു ടിക്കറ്റിന് 50 രൂപ ആയിക്കോട്ടെ. ടിക്കറ്റ് ചിലവില്ല. വളരെ ചിലവ് കുറവാണ് ടിക്കറ്റിന്. 5,000 മുതൽ താഴോട്ടുള്ള സമ്മാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചും ഓണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടിയാക്കിയും കേരള ലോട്ടറി മുന്നേറ്റത്തിന്റെ പാതയിലാണ്. എന്നാൽ മറുവശത്തെ വ്യാജന്മാരെ പിടികൂടിയില്ലെങ്കിൽ കനത്ത തിരിച്ചടിയാകും മേഖല നേരിടേണ്ടി വരിക. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട്ടെ പാളയം മാർക്കറ്റ് പ്രവർത്തനക്ഷമമല്ലെന്നും പൊളിച്ചു നീക്കണമെന്നുമുള്ള NIT റിപ്പോർട്ട് ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് എന്ന് പാളയം പച്ചക്കറി മാർക്കറ്റ് കോർഡിനേഷൻ കമ്മിറ്റി. മാർക്കറ്റ് ആധുനിക രീതിയിൽ നവീകരിച്ച് പാളയത്ത് തന്നെ നിലനിർത്തണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് വ്യാപാരികൾ. വ്യാപാരത്തിനുള്ള ലൈസൻസ് ഉൾപ്പെടെ അനുവദിക്കണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്.
കാലിക്കറ്റ് NIT സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിലാണ് പാളയം മാർക്കറ്റ് കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയത്. നിലവിലെ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കില്ലെന്നും ശക്തമായ മഴയിൽ ഇവയ്ക്ക് തകർച്ച സംഭവിക്കാമെന്നുമാണ് NIT റിപ്പോർട്ട്. എന്നാൽ റിപ്പോർട്ട് ഹിഡൻ അജണ്ടയുടെ ഭാഗമാണെന്നാണ് വ്യാപാരികളുടെ ആരോപണം. മാർക്കറ്റ് ആധുനിക രീതിയിൽ നവീകരിച്ച് പാളയത്ത് തന്നെ നിലനിർത്തണമെന്നതാണ് വ്യാപാരികളുടെ ആവശ്യം. എന്തോ ഒരു ഹിഡൻ അജണ്ട വെച്ചിട്ട് പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും ഞങ്ങൾ ശക്തമായിട്ട് തന്നെ സംഘടിതമായി തന്നെ അതിനെ ചെറുത്തു തോൽപ്പിക്കാനാണ് ഞങ്ങൾ. ഇപ്പോഴത്തെ നിലവിൽ പാളയത്തിന് ഒരു കുഴപ്പമില്ല. ഇനി ഒരു 50 വർഷം പോയാലും ഒരു കുഴപ്പമില്ല. വേറെ അവിടുന്ന് പറിച്ചു നട്ടുകൊണ്ടുള്ള ഒരു വികസനം അതിന്റെ ആവശ്യം ഇപ്പോൾ കോഴിക്കോട് സിറ്റിക്കില്ല. വ്യാപാരത്തിനുള്ള ലൈസൻസ് അനുവദിക്കണം, കോർപ്പറേഷൻ വാടക സ്വീകരിക്കണമെന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാളയം പച്ചക്കറി മാർക്കറ്റ് കോർഡിനേഷൻ കമ്മിറ്റി കോർപ്പറേഷനിലേക്ക് മാർച്ചും നടത്തിയിരുന്നു. കോഴിക്കോട് നഗരപരിധിയിലെ ബലക്ഷയമുള്ള കെട്ടിടങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് NIT സംഘം എത്തിയതെന്നും പാളയം മാർക്കറ്റിന്റെ റിപ്പോർട്ട് ധൃതി പിടിച്ച് തയ്യാറാക്കിയതിൽ ദുരൂഹതയുണ്ടെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് SV സയ്യിദ് മുഹമ്മദ് ഷമീൽ പറഞ്ഞു. NIT പോലെയുള്ള സ്ഥാപനങ്ങളെ കൊണ്ട് അന്വേഷിപ്പിക്കണം തീരുമാനിച്ചിട്ട് നാളിന്ന് വരെ 16 കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് റിപ്പോർട്ട് ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? 5 വിരൽ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന, അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഇവരുടെ താല്പര്യം എന്താണ്. ആ താല്പര്യത്തിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തണമെന്ന ആവശ്യം തന്നെയാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്തെ ലഹരി മാഫിയകളുടെ വേരറുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പിന്തുണയുമായി അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി, TJ വിനോദ് MLA, കൊച്ചി അമൃത ആശുപത്രി ചീഫ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർ P തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസും പരിപാടിയിൽ പങ്കാളികളായത്. കൊച്ചി ക്യാമ്പസ് ഡീനും ഡയറക്ടറുമായ ഡോക്ടർ U കൃഷ്ണകുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി. ശരിയായ ലഹരി പുറത്തുനിന്നുള്ള ലഹരിയല്ലെന്നും അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ലഹരിയാകണമെന്നും കായിക ഇനങ്ങൾ, യോഗ, കലകൾ എന്നിവ വഴി അത്തരം ലഹരികൾ ആസ്വദിക്കാമെന്നും സ്വാമിജി പറഞ്ഞു. അമ്മ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. അമ്മ പറഞ്ഞത്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആറ്റം ബോംബിനേക്കാൾ, ന്യൂക്ലിയർ ബോംബിനേക്കാൾ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ അത് മയക്കുമരുന്നാണ് എന്ന് അമ്മ പറയുകയുണ്ടായി. ആറ്റം ബോംബ് ചിലപ്പോൾ ഒരു പ്രദേശത്തെ കത്തിച്ചാമ്പലാക്കിയേക്കാം. പക്ഷേ മയക്കുമരുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മയക്കുമരുന്ന് യുവത്വത്തെ മുഴുവൻ നശിപ്പിക്കുന്നു, അവരുടെ ആരോഗ്യം നശിപ്പിക്കുന്നു, സമൂഹത്തെ നശിപ്പിക്കുന്നു, രാഷ്ട്രത്തെ നശിപ്പിക്കുന്നു, രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു. എല്ലാം മൊത്തത്തിൽ അടിമുടി നശിപ്പിക്കുവാൻ അത് ആറ്റം ബോംബിന് സാധിക്കില്ല, ഒരു സംസ്കാരത്തെ നശിപ്പിക്കാൻ. എന്നാൽ മയക്കുമരുന്നിന് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒന്നിച്ചു നിന്ന് സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം ഭീകരമായ അവസ്ഥയെ തരണം ചെയ്യാൻ സാധിക്കും. അതിന് പല വേഷത്തിലും ഈ പൊന്മാൻ, രാമായണത്തിലെ പൊന്മാൻ മോഹിപ്പിച്ച് കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ യുവത്വത്തെ മോഹിപ്പിച്ച് വീണ് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അതിൻ്റെ ദുഃഖം അല്ലെങ്കിൽ അതിൻ്റെ സങ്കടം നമുക്ക് ഉള്ളിൽ നിന്ന് മാറുന്നില്ല. രാജ്യത്തൊട്ടാകെ വ്യാപിച്ചിരിക്കുന്ന വലിയൊരു ശൃംഖലയാണ് ലഹരി മാഫിയയെന്നും എല്ലാവരും ഒത്തൊരുമിച്ചാലേ ഇതിൻ്റെ വേരറുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും TJ വിനോദ് MLA പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം വലിയ പ്രതീക്ഷയാണ്. ബഹുമാന്യ സ്വാമിജി പറഞ്ഞതുപോലെ നിങ്ങളെല്ലാം പഠിച്ച് പാസ്സായി വളർന്ന് വലുതായി നാടിനും സമൂഹത്തിനും ഗുണകരമായി മാറുന്നവരായി മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മാതാപിതാക്കന്മാർ മുണ്ട് മുറുക്കി കൊടുത്തിട്ടാണെങ്കിലും ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞു വിടണമെന്ന് ആഗ്രഹിച്ച് നിങ്ങളെല്ലാം പറഞ്ഞു വിടുന്നു. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളെക്കുറിച്ചെല്ലാം വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നു വരേണ്ട നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള വലിയൊരു സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ക്യാമ്പസിൽ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ടുള്ളൊരു വലിയ
കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. ലഹരിക്കെതിരെ സർക്കാർ നടത്തിവരുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലാ ചവറ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയയുടെ വേര് അറക്കുന്നതിന് ശക്തമായ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ 7,600-ലധികം പേരെ അറസ്റ്റ് ചെയ്തു. 6,500-ലധികം കേസുകൾ എടുത്തതായും മന്ത്രി വ്യക്തമാക്കി. മന്ത്രി മോൻസ് ജോസഫ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. MLA-മാരായ മാണി സി കാപ്പൻ, നാട്ടകം സുരേഷ്, ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി അർബൻ ഗ്രാമീൺ സൊസൈറ്റിയും രംഗത്ത്. UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ടിനെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടെത്തി തൂഫാൻ വാരിയർ ഔദ്യോഗിക ബാഡ്ജ് അണിയിച്ചു. യുവതലമുറയെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ ദൗത്യത്തിൽ അർബൻ ഗ്രാമീൺ സൊസൈറ്റി സജീവ പങ്കാളികളാകുന്നത് ക്യാമ്പയിന് കോർപ്പറേറ്റ് സഹകരണ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ്. ഇതൊരു താൽക്കാലിക ക്യാമ്പയിൻ അല്ലെന്നും നിരന്തരമായ പ്രക്രിയയാണ് എന്നും സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ കൂടുതൽ തൂഫാൻ വാരിയർമാരെ സൃഷ്ടിച്ച് മുന്നോട്ടു പോകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. UGSന്റെ 30ഓളം ശാഖകളിലെ 400ഓളം പ്രവർത്തകർ വരും ദിവസങ്ങളിൽ ലഹരിക്കെതിരെ കർമ്മരംഗത്തുണ്ടാകുമെന്ന് UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഇന്നത്തെ വിപണി വിലയിരുത്തൽ എങ്ങനെയാണ്? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള സാഹചര്യങ്ങൾ അത്ര തൃപ്തികരമല്ല. US-ഇറാൻ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരാത്തത്, ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിട്ടുള്ള വർധനവ്, ഇവയെല്ലാം വിപണികളെ സ്വാധീനിക്കുന്നുണ്ട്. മാത്രമല്ല, കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഇതുവരെ ഒരു മികച്ച രീതിയിലായിരുന്നെങ്കിൽ കൂടി കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന HDFC ബാങ്കിന്റെ പ്രവർത്തന ഫലം വിപണിയുടെ പ്രതീക്ഷയ്ക്ക് ഉയരാതിരുന്നത് സ്വകാര്യ ബാങ്കുകളിൽ വലിയൊരു വിൽപ്പനയ്ക്ക് കാരണമായിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിലും കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയായിരിക്കും ആഭ്യന്തര തലത്തിൽ വിപണിയെ സ്വാധീനിക്കുക. സാങ്കേതികമായി 24,100 എന്ന നിലവാരമാണ് അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. ആ നിലവാരത്തിൽ താഴേക്ക് നീങ്ങില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. താഴേക്ക് നീങ്ങുകയാണെങ്കിൽ 23,800 എന്ന നിലവാരത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മുകളിലേക്കാണെങ്കിൽ 24,500 എന്നുള്ളത് തന്നെയായിരിക്കും ഒരു പ്രതിരോധ നിലവാരമായി പ്രവർത്തിക്കുക. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. കൂടുതൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. അതിൻ്റെ ഒരു സ്വാധീനം ഓഹരി അധിഷ്ഠിതമായ നീക്കങ്ങൾക്കും വഴിതെളിയിക്കുകയും ചെയ്യും. എന്തായാലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വളരെ പ്രധാനം തന്നെയായിരിക്കും. കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്നലെ വീണ്ടും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. 1000 കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് അവർ നടത്തിയത്. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ലാഭമെടുക്കലിലേക്ക് നീങ്ങുകയും ചെയ്തു. അവർ അറ്റ വിൽപ്പനയിലായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഇവരുടെ നിലപാടുകളും വിപണിയുടെ നീക്കത്തിൽ നിർണായകം തന്നെയായിരിക്കും. ഇന്ന് നഷ്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. ശരി, ഇന്ന് നഷ്ടത്തിലാകും വ്യാപാരം തുടങ്ങുക എന്നാണ് കെ ദിലീപ് പങ്കുവച്ചത്. ഇനി നോക്കാം കായിക വാർത്തകൾ. ഇരുപത്തിമൂന്നാമത് കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. ഓഗസ്റ്റ് 2 വരെ നടക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ മാറ്റുരയ്ക്കും. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഇത്തവണ 10 കായിക ഇനങ്ങളിൽ മാത്രമാണ് മത്സരങ്ങൾ നടക്കുക. ഇത്തവണയും കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടനം വർണ്ണാഭമായിരിക്കും. 125 അംഗ ഇന്ത്യൻ സംഘമാണ് വിവിധ ഇനങ്ങളിലായി മാറ്റുരയ്ക്കുന്നത്. ഭാരോദ്വഹന താരം മീരാഭായ് ചാനുവും ബോക്സർ ലവ്ലിന ബോർഗോഹെനുമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തുന്നത്. 2022 ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ സ്വർണം നേടിയ താരമാണ് മീരാഭായ് ചാനു. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല നേട്ടവുമായി തിളങ്ങിയ ലവ്ലിന 2023 ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ നേട്ടം കൈവരിച്ച താരമാണ്. ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയും ഇന്ത്യയ്ക്കായി കളത്തിലിറങ്ങും. 74 കോമൺവെൽത്ത് ഗെയിംസ് അസോസിയേഷനിൽ നിന്നുള്ള 3000-ലധികം അത്ലറ്റുകൾ 11 ദിവസങ്ങളിലായി 10 കായിക ഇനങ്ങളിലായി മത്സരിക്കും. 3x3 ബാസ്കറ്റ്ബോൾ, ജിംനാസ്റ്റിക്, അത്ലറ്റിക്, ലോൺ ബോളുകൾ, ബോക്സിംഗ്, ജൂഡോ, നെറ്റ്ബോൾ, നീന്തൽ, ട്രാക്ക് സൈക്ലിംഗ്, ഭാരോദ്വഹനം എന്നിവ മാത്രമാണ് കായിക ഇനങ്ങൾ. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഹോക്കി, ക്രിക്കറ്റ്, ഗുസ്തി, ബാഡ്മിന്റൺ, ഷൂട്ടിംഗ് തുടങ്ങിയ ഇനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. 4 വേദികൾ മാത്രമാണ് മത്സരങ്ങൾക്ക് ഒരുക്കുക. നേരത്തെ ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലായിരുന്നു നാഷണൽ ഗെയിംസ് നിശ്ചയിച്ചിരുന്നത്. ബജറ്റ് കുറവാണെന്ന കാരണത്താൽ ഓസ്ട്രേലിയ പിന്മാറിയിരുന്നു. തുടർന്ന് ഗ്ലാസ്ഗോയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രധാന കായിക ഇനങ്ങളിൽ ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, കാനഡ, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ കോമൺവെൽത്തിലെ വിവിധ രാജ്യങ്ങളും പ്രദേശങ്ങളും ഉൾപ്പെടുന്നു.
ഗ്ലാസ്ഗോ 2026 ഔദ്യോഗിക ഭാഗ്യചിഹ്നം സ്കോട്ട്ലൻഡിൻ്റെ ദേശീയ മൃഗത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു യൂണിക്കോണായ ഫിന്നിയാണ്. അതേസമയം 2030 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിലെ അഹമ്മദാബാദ് ആതിഥേയത്വം വഹിക്കും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.